ഇഞ്ചി തൊലി കളഞ്ഞ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. 4 പച്ചമുളകും വട്ടത്തിൽ ചോപ്പ് ചെയ്തെടുക്കണം. 10 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് നിരടി പിഴിഞ്ഞ് അരിച്ച് അതിന്റെ ജ്യൂസ് മാറ്റി വെക്കണം. ഒരു കടായിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒട്ടും കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിനുശേഷം വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് കുറച്ച് സമയം നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. പുളിയിഞ്ചി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും കുറച്ച് സമയം നല്ലതുപോലെ തിളപ്പിക്കണം. ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി ഇഞ്ചിപ്പുളി ഒന്ന് കുറുകി വരണം. ഇഞ്ചിപ്പുളി നല്ലതുപോലെ കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ ഇഞ്ചിപ്പുളി റെഡി.